Supported by ICF Oman. بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العلي العظيم. ഇസ്ലാം പ്രകൃതി മതമാണ്. പ്രകൃതി മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും തത്വസംഹിതകളുമാണ് ഇസ്ലാം എന്നുള്ളതാണ്. മനുഷ്യന് പ്രതികൂലമായ അല്ലെങ്കിൽ വ്യക്തിക്കോ സമൂഹത്തിനോ പ്രതികൂലമായ യാതൊരു തത്വസംഹിതയും ഇസ്ലാമിലില്ല എന്നുള്ള തിരിച്ചറിവാണ് അതിൻ്റെ വിമർശകരെ പോലും പിന്നീട് അതിൻ്റെ അനുയായികളാക്കി മാറ്റിയിട്ടുള്ളത്. ഇസ്ലാം മതത്തിലെ നിർബന്ധ കർമ്മങ്ങളായ നിസ്കാരം, അതുപോലെ തന്നെ വ്രതം, സക്കാത്ത്, ഹജ്ജ് എല്ലാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ സാമൂഹികവും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ നേട്ടങ്ങളെ മനസ്സിലാക്കുവാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ വിഷയമായ വ്രതം അത് മനുഷ്യന് ശാരീരികവും ആത്മീയവും മാനസികവുമായ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സൂമു തസ്ഹു, നിങ്ങൾ നോമ്പ് നോക്കൂ, അതിൽ നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതായത് നോമ്പ് നോൽക്കൂ, ആരോഗ്യവന്മാരാവൂ എന്നാണ് പ്രവാചക തിരുമേനി പഠിപ്പിച്ചത്. വ്രതത്തിൻ്റെ ശാസ്ത്രീയ മാനങ്ങൾ ധാരാളമായി തെളിയിക്കപ്പെട്ടതാണ്. ഡോക്ടർ എമേഴ്സൺ പറയുകയുണ്ടായി, വ്രതം മനുഷ്യന് ക്യാൻസർ, അതുപോലെ ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രതിവിധിയാണെന്ന്. ബെർനാഡ് ഷാ പറയുകയുണ്ടായി, ഇസ്ലാം മതത്തിലെ വ്രതം പോലെ അനുകരണീയമായ മറ്റൊന്നും എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്ന്. അതുപോലെ മഹാത്മാഗാന്ധി പറയുകയുണ്ടായി, മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മാനസികവും ശാരീരികവുമായ പുരോഗതിക്കും വ്രതം കാരണമാകുമെന്ന്.